കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ദൈവത്തിനെ പറ്റിയും സർവവ്യാപിയായ ഈശ്വരനെ പറ്റിയും സ്നേഹത്തിനെ പറ്റിയും നമ്മൾ സംസാരിച്ചു. ഇന്ന് ഒരു 2 നിമിഷം നമുക്ക് ചിരി നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് എന്നൊന്ന് ആലോചിക്കാം. ജീവിതത്തിൽ ചിരിയില്ലെങ്കിൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? കരച്ചിലും കണ്ണുനീരും ദേഷ്യവും ദുഃഖവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിരി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. നേരത്തെ പറഞ്ഞിരുന്ന ആ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ചിരിക്കാൻ സാധിക്കണമെങ്കിൽ ഹൃദയത്തിൽ ചിരി ഉണ്ടാകണം. ഹൃദയത്തിൽ ചിരി ഉണ്ടാകണമെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും സംഘർഷങ്ങളിലോ സമ്മർദ്ദങ്ങളിലോ വേദനകളിലോ വിരോധങ്ങളിലോ ആയി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളറിയാതെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചിരിക്കാൻ തോന്നത്തില്ല. നമ്മളോട് ആരും കരുതുന്നില്ല, നമ്മളെ ആർക്കും വേണ്ട എന്ന് തോന്നുമ്പോഴും നമുക്ക് ചിരിക്കാൻ ഒക്കില്ല. സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ഒന്നാക്കി ഏറ്റുപിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൽ ചിരി ഒരു പ്രധാന ഘടകമാണ്. ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് നമ്മെ ഒരു നല്ല ശാരീരികവും മാനസികവുമായ ഒരു നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ചിരിക്കാൻ മറന്നു പോകരുത്. ആരെ കൊണ്ടും ഇയാൾ ചിരിക്കാൻ മറന്നുപോയ ആളാണെന്ന് പറയിപ്പിക്കരുത്. എല്ലാവരോടും നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നത് ഒരു ചിരിയിൽ കൂടിയാണ്, ഒരു ഹാൻഡ് ഷേക്കിൽ കൂടെയാണ്, ഒരു തടകലിൽ കൂടെയാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ചിരി നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ.